അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പരിസരത്ത് കാണുന്ന മറ്റ് വീടുകളെല്ലാം പുറമ്പോക്കിലാണ്, നിങ്ങൾ പരാതി തരിക, അത് ഞങ്ങൾ ആ വീടിനെ എവിടെ നിന്ന് ഒഴിപ്പിക്കാം. ഞാൻ ചോദിച്ചു, ഒരു നഗരസഭയുടെ സെക്രട്ടറിക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഇറങ്ങി വരുന്ന പ്രധാന കവാടം പൂട്ടുക? ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ആ വിഷയത്തെ ചിന്തിക്കുന്നില്ല, കാണുന്നില്ല. ആ സ്ഥലത്ത് അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ ശക്തിയാണ്, അതേ SDP ആളുകളാണ് ഈ ക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ള ഹിന്ദുവിൻ്റെ ആരാധനാലയം നശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അവരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആറാലുമൂട് ശിവക്ഷേത്രത്തിന് മുൻപിലാണ്. ശിവപുരത്തുള്ള ശിവക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ SDPക്കാരുടെ വമ്പൻ ക്രൂരതയാണ് പുറത്തു വരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തോട് SDPI കഴിഞ്ഞ ദിവസം കാണിച്ച സംഭവം നാടകീയമാണെന്നാണ് നാട്ടുകാർ വരെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഈ ഒരു ഗേറ്റ് സ്ഥാപിച്ച് പൂട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര നഗരസഭ ഇത് വന്ന് ഇവിടെ സീൽ ചെയ്തു. ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രമാണ് ഗേറ്റ് സ്ഥാപിച്ച് ചങ്ങലയിട്ട് പൂട്ടിയത്. അതിക്രമിച്ച് കടക്കുന്നത് ശിക്ഷാർഹമാണെന്ന് കാണിച്ച് ഗേറ്റിൽ നഗരസഭ നോട്ടീസും പതിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ക്ഷേത്രത്തിലെ പൂജ മുടങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞാണ് നഗരസഭയുടെ ഈ കടുത്ത നടപടി എന്തായാലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും SDPIയുടെ ഈ നടപടി വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനെതിരെ വലിയ രീതിയിൽ പ്രചാരണം ഹിന്ദു ഐക്യവേദിയുടെ കീഴിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. നഗരസഭയിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെ വലിയ രീതിയിലുള്ള ധർണയും നടക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിനെതിരെ നാട്ടുകാരും ഇതുപോലെ തന്നെയാണ് പറയുന്നത്. ഇത്രയും നാൾ കണ്ടു തൊഴുത ക്ഷേത്രത്തിൽ ഇപ്പോൾ കയറി തൊഴാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ ഭക്തജനങ്ങളെ ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് SDPIയുടെ ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായത്? എന്താണ് സംഭവിച്ചത് പെട്ടെന്ന്? ഈ പ്രദേശം ഒരു 500ഓളം ഹൈന്ദവ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ഈ പെടുന്നനെ ഇവിടെ ഏതാണ്ട് 80 വർഷം മുതൽ, അതിന് മുൻപേ ഉണ്ട്, ഒരു സ്വതന്ത്ര സമര സേനാനി രാമനാഥൻ നായർ, അദ്ദേഹത്തിൻ്റെ ഭൂമിയാണ് ഈ പ്രദേശങ്ങളെ ഏകദേശം ഭൂമി, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയാണ്. അവരിവിടെ വച്ച് ആരാധന നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അന്ന് ഒരുമിച്ച് കിടന്ന ഭൂമിയാണ്. ഈ ഭൂമി കനാൽ വന്നതിന് ശേഷമാണ് രണ്ടായത്. ഈ ഭാഗം എന്ന് പറയുന്നത് കാവും അങ്ങനെ വച്ചാരാധനയുള്ള സ്ഥലമാണ്. ഈ കനാൽ വന്നതിന് ശേഷം അവർ പറമ്പോക്ക് പോലെ ഒക്കെ ആക്കി ഇട്ടിരിക്കുകയാണ് ഈ മേഖല. ആ വിശ്വാസികൾ ചേർന്ന് നേരത്തെ വച്ച് ആരാധന നടത്തിയിരുന്ന ഈ സ്ഥലത്ത് ആരാധനകൾ ആരംഭിച്ചു. കാലഹരണപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് പിൻകാലത്ത് അത് ദേവപ്രശ്നം വെച്ച്, അത് തമ്പുരാൻ ആണ് ആദ്യം ഇവിടെ ആരാധന നടത്തിയിരുന്നത്. ആ തമ്പുരാൻ എന്ന് പറയുന്നത് ശിവനാണ്. ആ ശിവന് ഇരിപ്പിടം കൊടുക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ ഭാഗത്ത് 65ഓളം സെന്റ് വരുന്ന ഭൂമി രാമനാഥൻ നായർ നാട്ടുകാർക്ക് ഈ ക്ഷേത്ര നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവികർ പറയുന്നത്. അവിടെയാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഈ കാണുന്നത് മുഴുവനും ഇതിൻ്റെ പറമ്പോക്കിലിരിക്കുന്ന വീടുകളാണ്. ഇതൊക്കെ ഒരു മുസ്ലിം സമുദായങ്ങളാണ്. 40ഓളം വീടുകൾ ഈ പരിസരത്തുള്ളത്. അവരാരും ഈ ക്ഷേത്രത്തിനെതിരായിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നമായിട്ട് പോയിട്ടില്ല. ഇന്നറിയണത്, ഞാൻ മെനിഞ്ഞാന്ന് ഈ താലൂക്കിൻ്റെ നഗരസഭയുടെ സെക്രട്ടറി വിളിച്ച സമയത്ത് ഒരു സംഘടന വന്ന് പരാതി തന്നു. ഞാൻ ചോദിച്ചു, ഏതാണ് ആ സംഘടന? വീണ്ടും ചോദിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, SDPI ആണോ? ആ, SDPI ആണ് വന്ന് പരാതി തന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെ പോയി അതിനെ പ്രധാന കവാടം പൂട്ടേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പരിസരത്ത് കാണുന്ന മറ്റ് വീടുകളെല്ലാം പുറമ്പോക്കിലാണ്, നിങ്ങൾ പരാതി തരിക, അത് ഞങ്ങൾ ആ വീടിനെ എവിടെ നിന്ന് ഒഴിപ്പിക്കാം. ഞാൻ ചോദിച്ചു, ഒരു നഗരസഭയുടെ സെക്രട്ടറിക്ക് എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഇറങ്ങി വരുന്ന പ്രധാന കവാടം പൂട്ടുക? അതിന് സാധ്യമല്ല, അങ്ങനെ ഒരു വ്യവസ്ഥയില്ല, അത് കളക്ടറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നഗരസഭയുടെ സെക്രട്ടറി ചെയ്തിരിക്കുന്നത് ഒരു വലിയ ഹിന്ദു വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു SDPI എന്ന് പറയുന്ന ഒരു സംഘടന ഒരു ക്ഷേത്രത്തിൻ്റെ 500ഓളം വരുന്ന പ്രദേശത്തുള്ള കുടുംബക്കാർ അല്ലെങ്കിൽ നാട്ടുകാർ, ഇവിടെ വേറെ ക്ഷേത്രങ്ങളില്ല അടുത്ത്, അവരാരാധിക്കുന്ന ഈ ക്ഷേത്രത്തെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിനെ
ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക, ക്ഷേത്രത്തിൽ ഇറങ്ങി വരുന്ന പ്രധാന വഴിയെ കവാടത്തെ അകത്തും പുറത്തു നിന്ന് ഗേറ്റിട്ട് പൂട്ടുക, ഇത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ശക്തമായ പ്രതിഷേധ സമരവുമായിട്ട് ഹിന്ദു ഐക്യവേദി പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന 27-ാം തീയതി നഗരസഭയുടെ മുൻപിൽ ഭക്തജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഹിന്ദുക്കളോട് മാത്രം കാണിക്കുന്ന ഒരു അനീതിയാണ്. ഇവിടെ തന്നെ ഈ ബാലരാമപുരം മുതൽ നെയ്യാറ്റിൻകര വരെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ഇസ്ലാമിക മതവിശ്വാസങ്ങളുടെ ആരാധനാലയം റോഡിലാണ് ഇരിക്കുന്നത്. 5-10 സെന്റ് ആ റോഡിനകത്താണ് ഇരിക്കുന്നത്. അതിനൊരു നടപടിയുമില്ല. ഹൈന്ദവ ആരാധനാ ക്ഷേത്രങ്ങൾക്കെതിരെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള SDPI പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ഭക്തജനങ്ങൾ ശക്തമായി നേരിടുക തന്നെ ചെയ്യും. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഹിന്ദു ഐക്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും CPM-ന്റെ കോട്ടയാണെന്നാണ്. ഈ വാർഡ് CPM ആണ് നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് അറിഞ്ഞതുകൊണ്ടാണോ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളോടുള്ള തന്നെ ഒരു ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഇതിൽ രാഷ്ട്രീയമില്ല. CPM എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളുണ്ട് ധാരാളം, വിശ്വാസികളുണ്ട് അതിനകത്ത് ധാരാളം. ഈ ഭക്തജനങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ആ വിഷയത്തെ ചിന്തിക്കുന്നില്ല, കാണുന്നില്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഈ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തെ അത് ഏതൊരു കാരണവശാലും ആ ക്ഷേത്രത്തിൽ പ്രവേശന കവാടം അടച്ചുപൂട്ടിയ ആ നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കണമെന്നും എത്രയും പെട്ടെന്ന് ആ ഗേറ്റ് തുറന്ന് ഭക്തജനങ്ങൾക്ക് യഥാസമയം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം ഒരുക്കണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. ഇത് CPM-ന്റെ കോട്ടയോ ആണോ അല്ലയോ അതൊന്നും അല്ല വിഷയം, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. അതിലും ഇന്ന് CPM-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലുള്ളതിൽ ഏതാണ്ട് 80% ഹിന്ദുക്കളാണ്, അതിലും വിശ്വാസികളാണ്. അത് ഞങ്ങൾക്ക് രാഷ്ട്രീയമേ അല്ല. ഈ വിഷയത്തിൽ വിശ്വാസമാണ്. ഹിന്ദുവിന്റെ ആചാരങ്ങൾ, ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഹിന്ദു ഐക്യവേദി അങ്ങേറ്റം അതിൽ പ്രവർത്തിക്കും, അതിനിറങ്ങിച്ചെല്ലും എന്നുള്ളതാണ് നമ്മുടെ ഈ ആറാലുമൂട് ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിനു മുൻപായിട്ട് ഈ തൊട്ടടുത്ത് 200 മീറ്ററിനടുത്താണ് ഗോപൻ സ്വാമി, അവിടെ ഒരു ശിവക്ഷേത്രവും അദ്ദേഹത്തിന്റെ സ്വകാര്യ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ഒരു ട്രസ്റ്റാക്കി അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപേ ഒരു തപസ്യാണ്. അദ്ദേഹം മരുത്വ മലയിലൊക്കെ ധ്യാനത്തിലിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ദൈവിക ആത്മീയതയുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നു, ഞാൻ മരണാനന്തര സമയത്ത് എന്നെ നിങ്ങൾ സമാധിയാക്കണം, അത് നിങ്ങൾ ആരോടും പറയരുത് എന്നാണ് അവരുടെ കുടുംബക്കാർ പറയുന്നത്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഫലകം ഇരിക്കുവാനും സൈഡിൽ വയ്ക്കുവാനും മേകളിൽ വയ്ക്കുവാനുള്ള സമാധി സ്ഥലവും കണ്ടുപിടിച്ച് സമാധി പീഠമൊക്കെ തയ്യാറാക്കിയാണ് അദ്ദേഹം വച്ചിരുന്നത്. അദ്ദേഹം മരണത്തോട് അടുത്ത സമയത്ത് മക്കളും ആ കുടുംബക്കാർ അദ്ദേഹത്തെ സമാധിയാക്കി. പക്ഷേ ഇന്ന് ഈ ക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അതേ STP എന്ന സംഘടന അദ്ദേഹത്തെ കൊല ചെയ്തതാണ്, കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വിഷയമുണ്ടാക്കി. ഇതേ തരത്തിൽ പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു. വളരെ എല്ലാവരും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം ആ വിഷയത്തിൽ. അങ്ങനെ കളക്ടർ ഇടപെട്ട് സ്ഥലത്ത് വന്ന് ആ സമാധി സ്ഥലത്തിനെ പൊളിച്ച് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് എന്താ സാധിച്ചത്? അദ്ദേഹം സ്വയം സമാധിയാണ് എന്ന് തെളിഞ്ഞു. അവിടെ ഇന്നൊരു വലിയ സമാധി സ്ഥാൻ, അവിടെ ഭക്തജനങ്ങളും ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ ശക്തിയാണ്, അതേ SDPയുടെ ആളുകളാണ് ഈ ക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തുള്ള ഹിന്ദുവിന്റെ ആരാധനാലയം നശിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അവരാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ പിന്നെ BJP-കാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ രാഷ്ട്രീയമേ ഇല്ല. ഈ ക്ഷേത്രത്തിന്റെ ഈ കാണുന്ന പരിസരത്തെല്ലാം 50ഓളം വരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്, അവരെ വീടുകളാണ്. അവർ ഈ ക്ഷേത്രത്തിൽ അന്നദാനത്തിന് വരുന്നു. അവര് ക്ഷേത്രത്തിൽ വിളക്കും എണ്ണയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരാണ്. അവരുടെ വിശ്വാസം ഇസ്ലാം മതത്തിലാണെങ്കിലും തൊട്ട് മുൻപിൽ ഞങ്ങൾ വർഷങ്ങളായി കാണുന്ന ആ ആരാധനയെ അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവരാരും ഈ ക്ഷേത്രത്തിനെതിരല്ല. പിന്നെ വഴിമുക്കിലും മറ്റു സ്ഥലത്തുമുള്ള ആളുകൾ വന്ന് ഈ ഒരു ആരാധനാലയത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന് ഹിന്ദു ഐക്യവേദിക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതിന് ഈ സ്ഥലത്തുള്ള
ഹൈന്ദവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ആരാധനാലയം സംരക്ഷിക്കുവാനും ആ ഹൈന്ദവ സമൂഹത്തിന്റെ കൂടെ അവരെ സംരക്ഷിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ കടമ. അത് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പൊ രാഷ്ട്രീയം അല്ല എന്ന് പറയുമ്പോൾ പോലും SDPI എപ്പോഴും പലപ്പോഴും ഇപ്പൊ ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള അവരുടെ കടന്നാക്രമണം കൂടുക തന്നെയാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? SDPയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രദ്രോഹ സംഘടനയുടെ രാഷ്ട്രീയമായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നവരാണ്. ആ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ച സമയത്ത് ആ പോപ്പുലർ ഫണ്ടിലുള്ള മുഴുവൻ അംഗങ്ങളും ഇന്ന് ഈ SDP എന്ന് പറയുന്ന സംഘടനയിലാണ്. പക്ഷേ അവരുടെ മനസ്സ് ഇന്നും ഹൈന്ദവ വിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്, ക്ഷേത്രവിരുദ്ധമാണ്, സനാതന ധർമ്മത്തെ നശിപ്പിക്കലാണ് അവരുടെ ചിന്ത. ആ ഒരു പ്രവർത്തനമാണ് ഇന്ന് രാജ്യത്ത് ഉടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രത്തിനെതിരെയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. അത് ഇവിടെ കുളം അവരെ ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വന്ന് തടസ്സമാക്കി ഇട്ടത്. ഇത് കുറെ കാലം കൊണ്ട് അപ്പന്റെ ഒക്കെ കാലത്തേ ഉള്ള വിളക്ക് വെപ്പാണ്. അങ്ങനെയാണ് ആ ക്ഷേത്രം വച്ച് അതിലുള്ള പിക്കാണികള് കൊണ്ടുവന്ന് ഉയർത്തി ഇത് കോലാക്കി വെച്ചത്. വെച്ചതിനെ ഇപ്പം വന്ന് തടസ്സമാക്കി പൂട്ടിയിട്ടിട്ട് ഇപ്പൊ ഇതിലെ ആളുകൾക്കൊന്നും പോകാൻ പറ്റൂല. പറ്റൂല. അതിലെയാണ് മുടുക്ക് വഴി കൂടിയൊക്കെയാണ് പോണത്. അത് എളുപ്പം പോകാനും പറ്റൂല. ചാർക്കും അമ്പലം തുറക്കാറൊന്നുമില്ലേ? തുറക്കും, ഇപ്പം തുറക്കും. അതിൽ വന്ന് വിളക്ക് വെപ്പും തുറക്കും ഒക്കെ ചെയ്യും. ആർക്കും അമ്പലത്തിൽ ആർക്കും കേറാൻ പറ്റാത്ത കൂടുതൽ ആളുകൾക്കൊന്നും വരാൻ പറ്റൂല. അങ്ങനെ ശരിക്കും ദ്രോഹമല്ലേ ചെയ്തത്? അതൊരു ക്ഷേത്രത്തോട് ദ്രോഹമല്ലേ? അയ്യോ, അത് തന്നെ. എല്ലാവർക്കും കൈയൊഴാനുള്ള ക്ഷേത്രം ഇല്ലേ, അമ്പലം ഇല്ലേ? ചെറുപ്പം മുതൽ വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രം തന്നെ, ഭയങ്കര വിളി കേൾക്കുന്ന ഒരു ക്ഷേത്രമൊക്കെ തന്നെ തന്നെ. അവരത് ചെയ്തതിന് വിഷമമുണ്ടോ? നമുക്ക് വിഷമമുണ്ട്, തടസ്സമാക്കിയല്ലോ. ക്ഷേത്രം നേരത്തെ ഇവിടെ ആയിരുന്നു? ക്ഷേത്രം ഇവിടെ ഇല്ലായിരുന്നു, അപ്പുറത്താണ്. അവിടെ നിന്ന് ഇത് വീടുകളും എല്ലാം ചുറ്റുവടം ഒക്കെ ആയപ്പോ അവിടെ നിന്ന് ഇപ്പുറത്ത് ആത്ര പോലെ വച്ച് അതിനെ എടുത്തതാണ്. ഇപ്പൊ ഭൂമി നഗരസഭേന്റെ ആണെന്നാ പറയുന്നത്, അതാണോ? ശരിയാണോ? അല്ല അല്ല, ഗവൺമെന്റിന്റെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതില് ഇത് കൊടുത്തും കൊണ്ടാടി വന്ന രാം നായർ എന്ന് പറഞ്ഞ ആളാണ് മുമ്പേയൊക്കെ. എന്താണ് പെട്ടെന്ന് നടന്നത്? അവര് വന്ന് പെട്ടെന്ന് പൂട്ടിയിടുകയായിരുന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? അവർ വന്ന് എളുപ്പം വന്ന് അങ്ങ് പൂട്ടിയിട്ടിട്ട് പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പിന്നീട് വന്ന് പോറ്റിയൊക്കെ വന്നപ്പോഴേ അങ്ങ് അവിടെ പൂട്ടിയിട്ട് പിന്നെ അവർ ഇതിലാണ് വന്നത്. ഈ ബാക്ക് വഴി വന്നിട്ടാണ് പൂജ നടത്തുന്നത്. പൂജ നടത്തുന്നുണ്ട്. പൂജ ഉണ്ട്. ഇപ്പൊ അവിടെ ഒരുപാട് വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണല്ലേ? ഒരുപാട് വർഷം ഇത്രയില് ചെറുതാവുന്ന മുതല്. അപ്പൊ വിഷമമുണ്ടോ ഈ ഒരു ഇതില് പെട്ടെന്ന് അങ്ങനെ ആയപ്പോ? വിഷമമുണ്ട്, അത് വെളി പറയുന്നില്ല. വിഷമമുണ്ട്. പിന്നെ ഇങ്ങനെ ഒന്ന് എളുപ്പം അങ്ങ് പൂട്ടിയിട്ട് പോയത്, അതൊരു വിഷമമുണ്ട് എനിക്ക്. അത് വെളിയിൽ പറയുന്നില്ല. ഭഗവാന്റെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയും. ഭഗവാൻ ഇറങ്ങിയല്ലേ അതൊക്കെ ഒരു വട്ടം അങ്ങനെ വന്ന് പൂട്ടിക്കളഞ്ഞവർക്ക്. അത് ഇത്രയും വർഷമായിട്ട് അവിടെ അത്രയും ഭഗവാനെ കാണുന്നതും തൊഴുന്നതും ഒക്കെ ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്ത് ശരിക്കും പാവമല്ലേ അവര് ചെയ്തത്? അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്കൊരു വിഷമം. അതും കുട്ടിക്കാലം മുതൽ അവിടെ മഹാദേവനെ കാണുന്നതും തൊഴുന്നതും അവിടുത്തെ മഹാദേവൻ മാത്രമില്ല, ഗണപതിയുണ്ട്, മാഹരുണ്ട്, ലക്ഷ്മണനുണ്ട്. ഇത്രയേ ഉള്ളൂ. ചെറുപ്പം മുതലേ അവിടെ പൂജയ്ക്ക് അവിടെ പോവാറുണ്ടോ? എന്നും എന്നും തൊഴുന്നതാണല്ലേ? എന്നും ഞാൻ എല്ലാം ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് അവിടെ എല്ലാവരും ചെയ്യുന്നത്? അതിലൊരു കമ്മിറ്റിക്കാരാണ് പോകണം. ആദ്യം എവിടെയായിരുന്നു ക്ഷേത്രം? ഇവിടെയായിരുന്നു. പിന്നെ എന്താ ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം? അത് പിന്നെ മാറ്റാൻ ഒരു പ്രശ്നം വെച്ചപ്പോ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? പണി നടക്കുന്നില്ല, അതോടെ നിർത്തിവെച്ച്. ഈ പൂട്ടിയിട്ട് അന്നോട്ട് പണി നിർത്തി വെച്ചിരിക്കുന്നു. അവിടേക്ക് അപ്പൊ പോവാറ് പണി ചെയ്യാനൊന്നും നമുക്ക് പറ്റാറില്ലേ? ഞാൻ ചെയ്യണത്, ഞാൻ തൂത്തുവാരണ്, പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കും. പോവാറുണ്ടല്ലേ? പോവാറുണ്ട്. പൂജ നിർത്തിയിട്ട് അവിടെ ആരും വരാറൊന്നുമില്ലേ? ഉണ്ട്, വരണം. അവർ തൊഴാൻ പറഞ്ഞു. ഇതിലേ വരും അവർ തൊഴാൻ. ഈ വഴിയാണ് വരുന്നത്, മെയിൻ ഗേറ്റ് വഴി വരാം. മെയിൻ ഗേറ്റ് വഴി വരാം. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? അവര് തുറക്കില്ലാന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത്. എന്തോ അത് അറിഞ്ഞൂടാ. ഇതിന് വേറെ ആളുകളുണ്ട്, എനിക്ക് അറിയാം. എന്താണ് അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? വേറെ ഈ ഇത്തിരി തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ അവിടെ ഞാൻ തൂത്തുവാരി പാത്രം കഴുകണമാണ്. ഞാൻ ചെറുതിലേ പോയി എല്ലാം ചെയ്യണമെന്ന്. വേറെ ആരുമില്ല. ഞാൻ കമ്മിറ്റിക്കാരൻ പയ്യന്മാരും പിന്നെ പയ്യ ഒരു സ്ത്രീയുണ്ട്.
6 7 പെണ്ണുങ്ങളും ശരിക്കും അവർക്ക് എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും ചെയ്തതാണെന്ന് തോന്നുന്നു. തന്നെ തോന്നും. ഇവിടെ പാർട്ടി മാറും എന്നുള്ള ഒരു തോന്നലുകൊണ്ട് അവരെ ഇവിടെ ഇപ്പൊ CPM അല്ലേ ഭരിക്കുന്നത്, അപ്പൊ പാർട്ടി മാറും എന്നുള്ളൊരു ഭയം കൊണ്ടോ അല്ലെ അങ്ങനെ ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്തെങ്കിലും ആണ്? അങ്ങനെയൊന്നും എല്ലാം തന്നെയാണ് എനിക്കറിഞ്ഞില്ല. ഇവിടെ ഇപ്പൊ അടുത്ത് മുസ്ലിംസ് ഒക്കെയാണല്ലേ താമസിക്കുന്നത്? മുസ്ലിങ്ങൾ അവര് എങ്ങനെ സഹകരണങ്ങളൊക്കെ ഉണ്ടോ? അവര് നല്ല സാധനങ്ങളുണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. അവരെല്ലാം ചെയ്യും. അവരെല്ലാം എല്ലാ സാധനങ്ങളും മാറ്റി തരും. തിരുവാതിര വരുമ്പോ അവർ കഞ്ഞിയൊക്കെ വാങ്ങിക്കാൻ വരും. അവർക്ക് ഒരു തർക്കവും ഇല്ല. പക്ഷെ ബാക്കി ആരുടെ ഈ തർക്കം പറഞ്ഞത് എനിക്കറിഞ്ഞു. ഈ പാർട്ടിക്കാർക്കാണ് പ്രശ്നം പറയുകയാണെങ്കിൽ അല്ലെ? ഇവിടെയുള്ള അങ്ങനെയൊന്നുമില്ല. ഇത് അങ്ങോട്ട് എവിടെയുള്ളതാണ്. നമുക്ക് ഇനിയിപ്പം ഈ മാസം 6-ാം തീയതി പരിപാടി. എന്ത് പരിപാടി? അന്ന് പൂജ. ഭഗവാനി പൂജ. പൂജ എന്ന വലിയ പൂജ. അത് വെച്ച് നടത്താൻ പറ്റുമെന്ന്